സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിനെപ്പറ്റി യോജിച്ചും വിയോജിച്ചും വിസ്തരിച്ചും ഒരു പ്രസംഗം നടത്താൻ ഞാൻ മുതിരുന്നില്ല. അതിന് പ്രധാന കാരണം എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം തന്നെയാണ്. കണ്ണട മാറ്റി വെച്ച് ലെൻസൊക്കെ വെച്ച് വായിച്ച് തീർക്കാൻ എന്നോട് ആയില്ല പുസ്തകം. പിന്നെ അത് ബേബി പറഞ്ഞ മാതിരി ഈ പുസ്തകത്തിൽ ഒതുങ്ങേണ്ടില്ല, ഈ വിഷയമാണ് പ്രധാനം എന്നുള്ളതുകൊണ്ട് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങൾ 40 മിനിറ്റൊന്നും പ്രസംഗിക്കാൻ എന്നെ കൊണ്ടാവില്ല. അപ്പോൾ ആരോഗ്യം സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ ഒരു ഭാഗം പരിസ്ഥിതിയായിട്ട് എനിക്ക് ഏറ്റവും എളുപ്പം സംവദിക്കാൻ പറ്റുന്നൊരു ഭാഗം എടുത്തിട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിലൊരു പാരഗ്രാഫുണ്ട്. പരിസ്ഥിതി പ്രശ്നം ഒരു ബൃഹദാഖ്യാനത്തിൻ്റെ ആവശ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു പറഞ്ഞിട്ട്. എൻ്റെ സമർപ്പണം ഇന്ന് ഒരു ബൃഹദാഖ്യാനത്തിൻ്റെ ഇല്ലായ്മ കഠിനമായിട്ട് അനുഭവപ്പെടുന്നതാണ്. മാർക്സിസത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും ഇന്ന് ബൃഹദാഖ്യാനങ്ങളായി അംഗീകരിക്കപ്പെടില്ല. പെടുന്നില്ല എന്ന് മാത്രമല്ല, പെടുകയില്ല. കാരണം കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് വ്യാഖ്യാനങ്ങൾ വരേണ്ടത്. 100 കൊല്ലം മുമ്പത്തെ വ്യാഖ്യാനം ഇന്ന് ശരിയാവില്ല. എനിക്ക് പരിസ്ഥിതി രംഗത്ത് കുറേയേറെ പ്രവർത്തിക്കേണ്ടി വന്നപ്പോൾ മാർക്സും എംഗൽസൊക്കെ എന്ത് പറഞ്ഞു എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മാർക്സ് പറഞ്ഞത് വളരെ കാലത്തിന് ശേഷമാണ് കണ്ടുകിട്ടിയത്. എംഗൽസ് പറഞ്ഞത് നേരത്തെ കിട്ടി. റോൾ പ്ലേഡ് ബൈ ലേബർ ഇൻ ട്രാൻസിഷൻ ഫ്രം ഏപ്പ് ടു മാൻ എന്ന പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് എംഗൽസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ശാസ്ത്രീയമായിട്ടും ശക്തമായിട്ടും മാർക്സ് മൂലധനത്തിൽ എഴുതിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീടാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. എനിക്ക് മാർക്സിൻ്റെ എഴുത്തുകൾ കൃതികളുടെ അടിസ്ഥാനമാക്കി പരിസ്ഥിതിയെ അടിസ്ഥാനമാക്കി ഒരു ബൃഹദാഖ്യാനം ഒരു ആഖ്യാനം സൃഷ്ടിക്കാൻ കഴിയും. ബൃഹദായിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുമ്പോൾ വളരെ രസമായിട്ട് തോന്നുന്നുണ്ട്. ബേബി ലോകത്ത് എന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പറഞ്ഞു. 2008 ആരംഭിച്ച എങ്ങനെയാണ് 2008 സാമ്പത്തിക പ്രതിസന്ധി ആരംഭിച്ചതെന്നുള്ളത് ആർക്കറിയാമോ? അതിൻ്റെ തുടക്കം കുറിച്ചത് അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയുടെ തകർച്ചയാണ്. 1960 മുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട വലിയ തോതിലുള്ള നാഷണൽ ഹൈവേസ്, ഫ്രീ വേസ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സബർബനൈസേഷൻ, ആ സബർബനൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റിയൽ എസ്റ്റേറ്റ് വളർച്ച, ഇതിങ്ങനെ അതാണ് ആഭ്യന്തര വ്യവസായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഊന്നിക്കൊണ്ടുവന്നിരുന്നത്. ഒരു ഘട്ടമെത്തിയപ്പോൾ അത് തകർന്നു. ആ തകർന്നതിനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പാർപ്പിടങ്ങൾ, എത്ര ആളുകൾ പാർക്കാണ്ടോ അത്രയും പാർപ്പിടം മതി, അതിൽ കൂടുതൽ പാർപ്പിടം ആവശ്യമില്ല. ആ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയുടെ തകർച്ച ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ബാധ്യതകൾ ബാങ്കുകൾക്ക് വരുത്തി വെച്ചു. ബാങ്കുകൾ കടം കൊടുത്തപ്പോൾ ആൾക്കാർക്ക് തിരിച്ചടയ്ക്കാൻ പണമില്ലാണ്ടേ ലെവലെത്തിയപ്പോൾ ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്തെടുത്ത വീടുകൾ എന്താ ചെയ്യുക? അവർക്ക് അത് വിൽക്കണ്ടേ? വിൽക്കുമ്പോൾ വിറ്റാൽ പകുതി വരെ കിട്ടില്ല. അന്ന് ഗവൺമെൻറ്, അമേരിക്കൻ ഗവൺമെൻറ് ബാങ്കുകൾക്ക് ബെയിൽ ഔട്ട് ചെയ്യാനായിട്ട് കുറേ കാശ് ചിലവാക്കി. പക്ഷേ അതുകൊണ്ട് മതിയായില്ല. അതിൻ്റെ ഒരു തകർച്ച വന്നാൽ ഒന്നും മറ്റൊന്നും വീണു, അതിൻ്റെ വേറൊന്നും ഡോമിനോ എഫക്റ്റ് കൊണ്ട് മറ്റ് പല രംഗങ്ങളിലും ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും അത് ഇപ്പോഴും അതിൻ്റെ അലകൾ മാറാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇത് സൂചിപ്പിച്ചാൽ ഇതേമാതിരി ഒരു പ്രതിസന്ധിയാണ് കേരളത്തിലെ ബിൽഡിംഗ് വ്യവസായവും റിയൽ എസ്റ്റേറ്റ് വ്യവസായം നേരിടുന്നതെന്നും അതിനെ എങ്ങനെ മാർക്സിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്സിസത്തിൻ്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നേരിടാൻ അപഗ്രഥിക്കാൻ കഴിയുമെന്നുള്ളത്. കേരളത്തിൽ ഇന്ന് ഏതാണ്ട് 20 ലക്ഷത്തോളം പാർപ്പിടങ്ങൾ ആൾപ്പാർപ്പില്ലാതെയുണ്ട്. ആൾപ്പാർപ്പില്ലാതെ മാത്രമല്ല, അവിടെ ആൾക്കാർക്ക് ആൾപ്പാർപ്പ് ഉണ്ടാവില്ല. കാരണം പാർക്കാൻ ആളില്ല.
കേരളത്തിലാകെ 3.25 കോടി ജനങ്ങൾ, കേരളീയരും ഒരു 1/4 കോടി ജനങ്ങൾ വന്നവരുമായിട്ട് 3.5 കോടി ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് 10, 70, 80, 90 ലക്ഷം വീടുകൾ മതി. 1 കോടി വീടായ ധാരാളമായി. 3.5 കോടി ആൾക്കാർക്ക് 1 കോടി 20 ലക്ഷം വീടുകളുണ്ട്. ബിൽഡിംഗ് വ്യവസായത്തിനെ പറ്റി പരിചയമുള്ള ആൾക്കാർക്കറിയാം, അത് മാന്ദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ മാന്ദ്യം എങ്ങനെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, എങ്ങനെ ബാധിക്കാതെ നോക്കാൻ കഴിയും? ഇത് പരിശോധിച്ച് നോക്കാം. ഇതൊക്കെ ഇങ്ങനെ അതല്ലെങ്കിൽ പിന്നെ ബേബി പറയുമാതിരി തന്നെ മുതലാളിത്ത ലോകത്തിന് മുമ്പ് ഇതേവരെ വന്നിരുന്ന പാതയിൽ കൂടെ മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല എന്നുള്ളതിന് കാരണം വിഭവങ്ങൾ ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ആവശ്യമായ തോതിൽ വിഭവങ്ങൾ കിട്ടാതായിക്കൊണ്ടിരിക്കുന്നു. മാലിന്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള വിഭവങ്ങൾക്ക് മത്സരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉള്ള വിഭവങ്ങൾ തൻ്റെ പരിധിയിൽ വരുത്താനായുള്ള യുദ്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നുണ്ട്. മുതലാളിത്തത്തിന് മുന്നോട്ട് പോകാൻ ഒക്കില്ല. എന്നാൽ മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസം എന്നൊറ്റ മുദ്രാവാക്യം കൊണ്ട് ഈ പരിസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാനായോ? പറ്റില്ല എന്ന് ബേബി പറഞ്ഞു. ബദൽ എന്ത്? ഒരു ബദലാണോ? അനേകം ബദലുകളുണ്ടോ? ഈ അന്വേഷണം എത്രയുണ്ട് സോമശേഖരത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ സോമശേഖരൻ ആദ്യം അവതരിപ്പിക്കും. അപ്പോൾ സോമശേഖരൻ്റെ ആർഗ്യുമെൻറ്റ് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ എതിർത്തുകൊണ്ടല്ല, അപ്പോൾ അത് വെച്ചുകൊണ്ട്, അത് ബിന്ദുവാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റായിട്ടാവാം എൻ്റെ അവതരണം എന്നാണ് വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇനിയും സോമശേഖരൻ ഒരു കാര്യം ചെയ്താൽ തരക്കേടില്ലതുകൊണ്ട് ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്യാറുള്ളതാണ്. അല്ല, എസെൻഷ്യൽ ആർഗ്യുമെൻറ്റ്സ് 1, 2, 3 പറഞ്ഞിട്ട് 2 പേജിലോ 3 പേജിലോ ആർഗ്യുമെൻറ്റ്സ് ലൈനായിട്ട് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ അത് വായിച്ച് കഴിയുമ്പോൾ തോന്നും ശരിയാ, ബാക്കിയുള്ള വായിച്ചാൽ വായിക്കാം. ഇല്ലെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാവിച്ചാൽ പിന്നെ വേണ്ട. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെയും കൂടി അങ്ങനെ കണ്ടാൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷം തോന്നും. ഞാനത് എൻ്റെ പുസ്തകങ്ങളൊക്കെ അത് ചെയ്യാറുണ്ട്. എസെൻഷ്യൽ ആർഗ്യുമെൻറ്റ്സ് സമ്മറൈസ് ചെയ്തിട്ട് അതിലെഴുതും. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ മറ്റൊന്നും കൂടിയും, ഈ മാർക്സ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം എഴുതി കഴിയും. എഴുതിയ കാലത്ത് തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൻ്റെ മാർക്സിൽ പലപ്പോഴും പറയും ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ നിർത്തിയില്ല. അപ്പോൾ ആർക്ക് വേണിച്ചാൽ എങ്ങനെ വ്യാഖ്യാനിക്കാം, എവിടെ നിന്ന് വേണിച്ചാൽ ഊരിയെടുക്കാം, എവിടെ നിന്ന് വെച്ചാൽ ഒരു വാച്ച ഊരിയെടുക്കാം. ഞാനും അതൊക്കെ ഞാൻ ചെയ്യണത്. അത് മുഴുവൻ വായിച്ചിട്ട് മുഴുവൻ വായിച്ചു കേട്ട് കാര്യമില്ല. മുഴുവൻ വായിച്ചാലും പറയുമ്പോൾ ഞാൻ മനസ്സാക്കിയതും എനിക്ക് ആഗ്രഹമുള്ള രീതിയിലേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഊരിയെടുക്കാൻ പറ്റിയുള്ള 2-3 കാര്യങ്ങൾ, അതിൽ നിന്നാണ് ഞാൻ എൻ്റെ മാനസികമായ ബൃഹദാഖ്യാനം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചതും. ഒന്ന്, മാനിഫെസ്റ്റോയിലെ 10 പോയിൻ്റ് പരിപാടിയുണ്ട്. ഇപ്പോഴൊന്നും നടന്നു കഴിഞ്ഞാൽ പിന്നെ തൊഴിലാളികൾക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൽ 8ഉം 9ഉം 8ാമത്തെയാണെന്നുണ്ട്, അതോ 9ാമത്തെ വെച്ചില്ല, പരിപാടിയായിട്ട് പറയുന്നത് നഗരങ്ങളെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നഗരവും ഗ്രാമവും തമ്മിലുള്ള വൈരുദ്ധ്യം അവസാനിപ്പിച്ചുകൊണ്ടല്ലാതെ സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ പറ്റില്ല. അതിനായിട്ട് വ്യവസായങ്ങൾ ഗ്രാമപ്രദേശത്ത് ഇടകലർത്തി ഇടണം. ഗ്രാമപ്രദേശങ്ങൾ കൃഷിയും വ്യവസായം തമ്മിൽ ഇടകലർത്ത് കിടക്കണം വെച്ചാൽ 1 മില്യൺ ടൺ പെർ ഇയർ സ്റ്റീൽ പ്ലാന്റ് ഒന്നും പറ്റില്ല. അവിടെ 20,000 മെഗാവാട്ട് ശക്തിയുള്ള പവർ സ്റ്റേഷൻ പറ്റില്ല. അവിടെ ചെറുതായിരിക്കണം, ഇടത്തരോ ചെറുതായിരിക്കണം. മാർക്സ് ഇടത്തരോ ചെറുതായിരിക്കണം പറഞ്ഞില്ല. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ കൃഷിയും വ്യവസായവും ഇടകലർന്നിരിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെറുതോ ഇടത്തരോ ആയുള്ള വ്യവസായങ്ങളാകാതെ നിർത്തിയില്ല. വൻകിട വ്യവസായങ്ങൾ പറ്റില്ല. അദ്ദേഹം തുടർന്ന് പറഞ്ഞു അതിൽ തന്നെ നഗരപ്രദേശങ്ങളിലെ ജനങ്ങളെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ച്, അത് കുറേയൊക്കെ വ്യവസായങ്ങൾ മാറുമ്പോൾ കുറേയൊക്കെ മാറും, പക്ഷെ മുഴുവൻ മാറിക്കൊള്ളുന്നില്ല, മാറ്റി താമസിപ്പിച്ച് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജനസാന്ദ്രത കഴിയുന്നത്ര ഏകീകരിക്കണം. ഇത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ച് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നാണ്.
എന്താണ് അദ്ദേഹം ഈ ആർഗ്യുമെൻറ്റിലേക്ക് എത്തിയതെന്നുള്ളത് അത് മൂലധനത്തിൽ പിന്നീടുണ്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഗ്രാമവും നഗരവുമായിട്ട് വേർതിരിഞ്ഞിരിക്കുന്ന കാലത്തോളം, അതായത് ലണ്ടൻ നഗരമാണ് അദ്ദേഹം എപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കാറുള്ളത്. ലണ്ടൻ നഗരമുണ്ട്, ചുറ്റുമുള്ള ഗ്രാമങ്ങളുണ്ട്. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങളായും പരുത്തി മുതലുള്ള നാരുകളായിട്ടും ആ ഗ്രാമപ്രദേശങ്ങളിലെ മണ്ണിലെ പോഷക മൂല്യങ്ങളെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നു. നഗരത്തിൽ അവ ഉപഭോഗിക്കപ്പെടുന്നു. നമ്മളൊക്കെ നഗരത്തിൽ താമസിക്കുന്നവരൊക്കെ ഭക്ഷിക്കുന്നു, ധരിക്കുന്നു. അതൊക്കെ വിസർജിക്കപ്പെടുന്നു. വിസർജിക്കപ്പെട്ട വിസർജ്യങ്ങളൊക്കെ തന്നെ തേംസ് നദിയിൽ ചെല്ലുന്നു. തേംസ് നദി മലിനമാകുന്നു. ലണ്ടനിലെ ആൾക്കാരുടെ ആരോഗ്യം നശിക്കുന്നു. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലെ മണ്ണിലത്തെ വളങ്ങൾ തിരിച്ചു ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം അവിടെ വളമൊന്നും ചേരുന്നില്ല. മണ്ണിൻ്റെ ആരോഗ്യം നശിക്കുന്നു. മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വേർതിരിഞ്ഞ് നിൽക്കുന്നത് എന്നാണ് മൂലധനത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ എത്ര കണ്ട് അദ്ദേഹം തന്നെ വേറെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് രാസവളങ്ങൾ കുറേശ്ശായിട്ട് ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് അമോണിയൊന്നും ആയിട്ടില്ല, റോക്ക് ഫോസ്ഫേറ്റൊക്കെ ആയിട്ടുള്ളൂ. ഹേബർ പ്രോസസ്സിൽ അമോണിയ ഉണ്ടാക്കുന്നതൊക്കെ 1912 മാർക്സിനും വളരെ കാലത്തിന് ശേഷമാണ്. പക്ഷേ അന്ന് തന്നെ പറഞ്ഞു മാർക്സ്, പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന അതേ രീതിയിൽ പ്രകൃതിയിലേക്ക് ജൈവവളമായിട്ട് തിരിച്ചു കൊടുക്കണം. രാസവളമായിട്ട് കൊടുക്കുന്നത് മണ്ണിൽ പിടിക്കില്ല. ഓർഗാനിക് ഫാമിൻ്റെ ആദ്യത്തെ വക്താവെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ആദ്യത്തെ വക്താവ് ശാസ്ത്രജ്ഞന്മാർ വല്ലതും പറയുന്നുണ്ട്. അന്നാണ് മാർക്സ് എടുത്തിരിക്കുന്നത്. മാർക്സ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയ ഇതിലേക്ക് ഓർഗാനിക് ഫാമിങ്ങിനെ രാഷ്ട്രീയ അജണ്ടയിലേക്ക് കൊണ്ടുവന്നുള്ള മാർക്സാണ്. പക്ഷേ അന്ന് ആ അജണ്ടയിൽ നിന്ന് ആരും ഏറ്റുപിടിച്ചില്ല. ഇന്നും ഏറ്റുപിടിച്ചിട്ടില്ല എന്നുള്ളത്. ഇന്ന് പിന്നെ നാമക്കേ വാസ്തേ പേരിനൊക്കെ മുദ്രാവാക്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നല്ലാണ്ട് എൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും ഏറ്റുപിടിച്ചിട്ടില്ല. ഇതിൻ്റെ ഈ പോഷകമൂല്യത്തിൻ്റെ ചക്രം, അതിൽ നഗരങ്ങൾ വരുന്ന ഭംഗം, റപ്ചർ ഓഫ് ദി സോയിൽ ന്യൂട്രിയൻ സൈക്കിൾസ്, അത് പുനഃസ്ഥാപിച്ചുകൊണ്ടല്ലാതെ സ്ഥായിയായ സമൂഹം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇത് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ആവശ്യമുള്ള പതുക്കെ നമ്മുടെ മണ്ണിൻ്റെ ഒക്കെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു വരികയാണ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇപ്പോൾ പറയേണ്ടതില്ല. ഇങ്ങനൊരു ആർഗ്യുമെൻറ്റിന്, അത് ഓർഗാനിക് അഗ്രികൾച്ചറിന്, ജൈവ കൃഷിക്ക് മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആർഗ്യുമെൻറ്റ്, ഇങ്ങനെ പലതിനും ആർഗ്യുമെൻ്റ് ഉണ്ടാക്കാം. മാർക്സിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൂടുതൽ ശരിയാണ്, അല്ലെങ്കിൽ മാർക്സും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് സ്ഥാപിക്കാൻ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ മാർക്സ് പറഞ്ഞാൽ മാത്രം മതിയോ, അതോ മാർക്സിനെ മാത്രം ഇതായാൽ മതിയോ? വേറെ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, വേറെ പല ചിന്തകരും പറയുന്നുണ്ടല്ലോ. മാർക്സിന് മുമ്പിൽ പറയുന്നുണ്ട്, മാർക്സിന് പിന്നീടും പറയുന്നുണ്ട്. മാർക്സിന് മുമ്പേ വേണമെച്ചാൽ ഞാൻ പിന്നെ വായിച്ചു നോക്കിയപ്പോൾ ബുദ്ധൻ പറയുന്നുണ്ട്. ബുദ്ധൻ പറയും, മാർക്സിന് ശേഷം പറയുന്നുണ്ട്, ഗാന്ധി പറയുന്നുണ്ട്. എൻ്റെ ഒരു വളരെ കാലത്തെ അഭിലാഷമാണ്, പക്ഷേ എന്നെക്കൊണ്ടാവില്ല എന്നിപ്പോൾ ഉറപ്പായിട്ടുണ്ടെങ്കിലും ബുദ്ധൻ, മാർക്സ്, ഗാന്ധി, ഇവരുടെ ചിന്തകളുള്ള ഒറ്റ നൂല് ബുദ്ധ, മാർക്സ് ആൻഡ് ഗാന്ധി എന്നിട്ട് അതിൽ അവരെ ഏകീകരിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ, ഒരു തരയ്ക്ക് പറയാൻ ഗാന്ധിയുടെ ഒരു ഇതുണ്ട്, ഒരു വാക്യമുണ്ട്. ഈ ലോകത്തെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട വിഭവങ്ങൾ നമുക്കുണ്ട്. ഒരാളുടെ ആർത്തി പോലും നിറവേറ്റാൻ വേണ്ടതില്ല. 2 കാറ്റഗറി, ആവശ്യം, ആർത്തി എന്ന 2 കാറ്റഗറി. ആ കാറ്റഗറി കാതറായുള്ളൊരു കാറ്റഗറി ആയിട്ട് മാർക്സിസത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. മാർക്സിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. അംഗീകരിച്ചുകൊണ്ടോ എനിക്കറിഞ്ഞൂടാ, ചർച്ച ചെയ്യപ്പെട്ടില്ല. ഏതായാലും മാർക്സിസ്റ്റ് വ്യാഖ്യാനങ്ങളിലൊന്നും ഞാൻ സംസാരിച്ച മാർക്സിസ്റ്റുകാരൊക്കെ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമില്ല, നീഡ് ആൻഡ് ഗ്രീഡ് എന്നുള്ള 2 കാറ്റഗറി ഇല്ല, ഒറ്റ എന്നേ ഉള്ളൂ. ഗ്രീഡ്
ഗ്രീഡ് ഈസ് എ നീഡ് വിച്ച് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് ടുഡേ. ഇന്ന് തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ആവശ്യത്തിനാണ് ഗ്രീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നീഡ് വളർന്നുകൊണ്ടിരിക്കും, പരിധിയില്ലാതെ വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നീഡ് പരിധിയില്ലാതെ വളരണോ? നീഡ് പരിധിയില്ലാതെ വളരുകയാണെന്ന് വെച്ചാൽ ആവശ്യങ്ങൾ ഇപ്പോൾ ടി വിയിൽ പരസ്യം ചെയ്യുന്ന നൂറ്റുകണക്കിന് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നീഡാണോ? നീഡല്ലാതെ നമുക്കറിയാം, നമ്മളെക്കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണെന്ന് അറിയാം. എങ്കിലും അത് വാങ്ങിച്ചാൽ, അത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ സാങ്കേതിക ജ്ഞാനം എത്ര വർദ്ധിച്ചാലുമല്ല, ഉൽപ്പാദനത്തിന് വേണ്ടി വരുന്ന അധ്വാനം വർദ്ധിക്കും. അധ്വാനം വർദ്ധിക്കുമ്പോൾ ആ അധ്വാനം മുഴുവൻ ഇഷ്ടമുള്ളതായിക്കൊള്ളുന്നില്ല, നമുക്ക് സന്തോഷമുള്ളതായിരിക്കുന്നില്ല. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് സന്തോഷം തരാത്ത, സന്തുഷ്ടി തരാത്ത അധ്വാനം വർദ്ധിക്കുന്നത് അന്യവൽക്കരണത്തിലേക്ക്, കൂടുതൽ കടുത്ത അന്യവൽക്കരണത്തിലേക്ക് നയിക്കും. നമ്മളെ അതൃപ്തിയിലേക്ക്, അസന്തുഷ്ടിയിലേക്ക് നയിക്കും. നമുക്ക് നമ്മുടേതായ സമയം, നമുക്ക് ഇഷ്ടം പോലെ സിനിമ കാണാനോ, മാർക്സ് ജർമ്മൻ ഐഡിയോളജിയിൽ പറയുന്നുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വതന്ത്രനായിരിക്കും. അവന് ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഏർപ്പെടാം, കൃഷി ചെയ്യാം, കന്നുകാലിയാക്കാൻ പോവാം, പാട്ടുപാടാം, ലേക്കിൽ നീന്താൻ പോവാം, വാഗ്വാദത്തിൽ ഏർപ്പെടാം, എന്ത് വേണമെന്ന് ചെയ്യാം. അതിനൊക്കെ സമയം കിട്ടുന്നതാണ്. എന്നാൽ എൻ്റെ സമയം എൻ്റെ നിയന്ത്രണത്തിലാകുക, നമ്മുടെ ഓരോരുത്തരുടെയും സമയം അവനവൻ്റെ നിയന്ത്രണത്തിലാകുക. ഇത് സാധ്യമാകണമെങ്കിൽ എൻ്റെ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സമയം കുറച്ച് കൊണ്ടുവരണം. അത് കൂട്ടിക്കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഗ്രീഡ് എന്ന കാറ്റഗറി അന്യവൽക്കരണവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കുറച്ചുകൂടി ആഴത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ഒരു ഉപരിപ്ലവമായുള്ള നിരീക്ഷണം മാത്രമാണിത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ ഗുരുതരമായ ചില അവസ്ഥകളുണ്ട്. എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച 2 പുസ്തകങ്ങളുണ്ട്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഷോക്ക് പറ്റിയ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് 1962-63 കാലത്ത് എഴുതപ്പെട്ടതും ഞാൻ 4-5 കൊല്ലം കഴിഞ്ഞ ശേഷം മാത്രം വായിച്ചുള്ള 2 പുസ്തകങ്ങളാണ്. 2 ശാസ്ത്രജ്ഞന്മാർ, ആർതർ ടാംബ്ലിൻ, ഗോഫ്മാൻ, 2 പേർ കൂടി എഴുതിയുള്ള പുസ്തകങ്ങളാണ്. പോപ്പുലേഷൻ കൺട്രോൾ ബൈ ന്യൂക്ലിയർ പൊല്യൂഷൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആണവ മലിനീകരണത്തിലൂടെ എങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം നടത്താം. രണ്ടാമത്തെ പുസ്തകം പോയ്സൺഡ് പവർ, അത് അറ്റോമിക് എനർജിയാണ്. ഞാനന്ന് അറ്റോമിക് എനർജി ശാസ്ത്രജ്ഞനായിട്ട് ജോലി ചെയ്യായിരുന്നു. ഈ പുസ്തകം വായിച്ചോട് കൂടിയിട്ട് വേണ്ട, സലാം പറയാമെന്ന് എനിക്ക് തോന്നി. ആ പുസ്തകത്തിൽ ശാസ്ത്രീയമായി നോക്കി കഴിഞ്ഞപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്നത് ശരിയാണ്. അന്ന് ബാബക്കപ്പ അന്നേക്ക് മരിച്ചിരിക്കുന്നു. പക്ഷേ അറ്റോമിക് എനർജി അതോറിറ്റീസ് പറയുന്നത് തെറ്റാണ്, കള്ളമാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതിന് കള്ളം എന്ന് പറയും. അതുകൂടിയാണ് എന്നെ അവിടുന്ന് രാജിച്ച് പറയാൻ പ്രേരിപ്പിച്ചത്. രണ്ടാമതൊരു പുസ്തകം, അത് ഇന്നും എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഭീതിയായിട്ട് നിൽക്കുകയാണ്. 1972 പ്രസിദ്ധീകരിച്ച, സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ അവതരിപ്പിച്ച ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്നൊരു പുസ്തകം. മുതലാളിത്ത ലോകം, മാനവരാശി കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കൂടെ സഞ്ചരിച്ച പാതയിൽ കൂടെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിന് എന്ത് സംഭവിക്കും? ഇതാണ് ആ ചോദ്യം. ആ ചോദ്യത്തിൽ അവർ അന്ന് എത്തിയ ഉത്തരം, അതേമാതിരി പോവുകയാണെങ്കിൽ 1052 പാരാമീറ്റേഴ്സ് എടുത്തു നോക്കി അതിനെ ആറ്റിക്കുറുക്കി 5 പാരാമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാക്കിയവർ പുസ്തകത്തിന് വേണ്ടിയിട്ട്. അതെന്തൊക്കെയാ വെച്ചാൽ, ഒന്ന് വിഭവ ലഭ്യത, ലോകത്തുള്ള വിഭവങ്ങളുടെ അവശേഷിക്കുന്ന വിഭവങ്ങളുടെ സംഭരം. മറ്റൊന്ന് ഫുഡ് പ്രൊഡക്ഷൻ. മറ്റൊന്ന് മാലിന്യങ്ങളുടെ വർധന. പിന്നൊന്നുള്ള ആളവരി ഭക്ഷ്യലഭ്യത, ആളവരി സേവന ലഭ്യത. ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹം
ചേർന്ന നിഗമനം അന്ന് ഏതാണ്ട് 1930-40 വരെ ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കും. വിഭവശേഖരം മാത്രം, അവശേഷിക്കുന്ന വിഭവങ്ങളുടെ സംഭരണം മാത്രം തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും, ബാക്കി എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ 40-50 കഴിയുമ്പോഴേക്കും ഒരു പ്ലാറ്റിലെത്തി വർധനവ് നിർത്തുകയും പിന്നെ വിഭവങ്ങൾ അപ്പോഴേക്കും ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. മാലിന്യം അത്രയും അന്ന് ഗ്ലോബൽ വാർമിംഗ് ഒന്നും ഒരു വലിയ ചർച്ചാ വിഷയമായിട്ടില്ല. പക്ഷേ മറ്റ് മാലിന്യങ്ങൾ വർദ്ധിക്കുകയും ആരോഗ്യം നശിക്കുകയും ഭൂമിയുടെ ഉൽപ്പാദനക്ഷമത കുറയും, അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയും, രോഗങ്ങൾ വർദ്ധിക്കും, വിഭവങ്ങൾ കുറയും. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് പ്രതീക്ഷിതായുസ് കുറയും, ജനങ്ങൾ മരിക്കാൻ തുടങ്ങും. അതിവേഗത്തിൽ ലോക ജനസംഖ്യ കുത്തനെ ഇടിയും, ഒരു കൊളാപ്സ്. ഈ കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു 10 ബില്യൺ 1000 കോടി ജനസംഖ്യ 10, 15, 20 കൊല്ലം കൊണ്ട് 200 കോടി ആവുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോടിക്കണക്കിന് ആളുകളാണ് മരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ മനുഷ്യർ എങ്ങനെ അതിനെ നേരിടും? ഹ്യൂമൻ ബിഹേവിയർ, ഇവർക്കൊക്കെ എന്താണ്, മൃഗങ്ങൾക്കൊക്കെ ഭക്ഷ്യലഭ്യത കണ്ടമാനം കുറയും. മൃഗങ്ങളുടെ ഇടയിലുണ്ടായിട്ട് ഇതേമാതിരിയുള്ള പ്രതിസന്ധികൾ. ആ പ്രതിസന്ധി വരുമ്പോൾ അവയുടെ സ്വാഭാവിക പെരുമാറ്റ രൂപങ്ങൾ മാറും. അവ അസ്വാഭാവികമായിട്ട് പെരുമാറാൻ തുടങ്ങും. അങ്ങനെ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഓരോ ജീവജാതിക്കും അതിൻ്റേതായുള്ളൊരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ അല്ലാണ്ട് പെരുമാറാൻ തുടങ്ങിയാൽ അതിൻ്റെ എണ്ണം കുറയും, അത് പരസ്പരം കൊല്ലും. അങ്ങനെയാണ് ഒരുപാട് ജീവജാതികൾ അന്യം നിന്നിരിക്കുന്നത്. അങ്ങനെ മനുഷ്യനും സംഭവിച്ചേക്കാം. പക്ഷേ മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ള ജീവി ആയതുകൊണ്ട് ഇത് മുൻകൂട്ടി കണ്ട് ഇത് തടഞ്ഞേക്കാം. ഇതെങ്ങനെ തടയണം, അങ്ങനെ പ്രതിസന്ധി എങ്ങനെ തടയണം തടയേണ്ട ആവശ്യമാണ് ആ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോക ഉച്ചകോടി ഉണ്ടായത്. അന്ന് ഇവർ ആദ്യം ആ പുസ്തകം പഠിച്ചു. ആകെ ഉണ്ടായത് പുതുതായിട്ട് കുറച്ച് വിഭവസ്രോതസ്സുകൾ കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് 1940 എന്നുള്ള 1950-60 ആകുമ്പോഴേക്കും ആവുള്ളൂ ഈ കൊളാപ്സ്. 2002 ആദ്യം പഠനം ചെയ്തു. 2050-2060 ആകുമ്പോഴേക്കും കൊളാപ്സ് ഉണ്ടാവും തന്നെയാണ് അന്ന് കണ്ടത്. അങ്ങനെ കൊളാപ്സ് മാർക്സിസത്തിൻ്റെ വിദ്യാർത്ഥികളായുള്ള ഒരുപാട് പേരായിട്ട് ഞാൻ സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞത് അത് വരില്ലല്ലോ, എങ്ങനെയെങ്കിലും ശാസ്ത്രം ഒരു വഴി കണ്ടുപിടിക്കും ഇത് രക്ഷപ്പെടാൻ, എങ്ങനെയെങ്കിലും ശാസ്ത്രം ഒരു വഴി കണ്ടുപിടിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ളത് മാർക്സിസമാണോ അതോ ദൈവവിശ്വാസമാണോ? ശാസ്ത്രത്തിനെ ദൈവമായിട്ട് കണക്കാക്കിയിട്ട് എങ്ങനെ മാർക്സിസ്റ്റ് ചിന്താരീതിയെ വരാൻ പോകുന്ന ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കൊളാപ്സിനെ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ പഠിച്ച ശാസ്ത്രമൊക്കെ വെച്ചിട്ട് അതല്ലാന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എല്ലാ ശാസ്ത്രം വെച്ചിട്ട് മാത്രമല്ല 2012-13 കാലത്ത് ഓസ്ട്രേലിയയിലെ മെൽബോൺ എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് പേര് ഏതായാലും 10-40 കൊല്ലമായില്ലേ ഇവർ ഈ പ്രൊഫസറൊക്കെ നടത്തിയിട്ട് ഈ കാൽക്കുലേറ്റർ നടത്തിയത്. അവർ 1972 ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ലോകം അതിൻ്റെ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയും, പഴയ പാതയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ അദ്ദേഹം വരച്ച ഗ്രാഫുകളൊക്കെ അതേമാതിരി തന്നെയാണ് പോകുന്നത്, അതോ അത് മാറ്റമുണ്ടോ? ഇവർ പരിശോധിച്ച് നോക്കി, ഡിറ്റോ യാതൊരു മാറ്റമില്ലാതെ അദ്ദേഹം പ്രവചിച്ച അതേ രീതിയിൽ, അതേ പ്രവചിക്കല്ല കാൽക്കുലേറ്റ് ചെയ്ത് ഗണിച്ചുണ്ടാക്കി അതേ രീതിയിൽ തന്നെ പോകണം. എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ലിമിറ്റ്സ് ഗ്രോത്ത് എന്നുള്ള പുസ്തകത്തിലെ പഠനങ്ങൾ ശരിവയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നാളെ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കാൻ ഇങ്ങനെ പോയാൽ പറ്റില്ല ഉറപ്പാണ്, ഈ പാതയിൽ കൂടെ പോയാൽ പറ്റില്ല ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു പാത വികസനത്തിന്, മാനവരാശിയുടെ മുന്നേറ്റത്തിന് മറ്റൊരു പാത വെട്ടി തുറക്കുക തന്നെ വേണം. ഈ മറ്റൊരു പാത മുതലാളിത്തത്തിന് വ്യത്യസ്തമായ, ബിസിനസ് ആസ് യൂഷ്വലിൽ നിന്ന് വ്യത്യസ്തമായ, നാളിതുവരെ തുറന്നു വന്നുകൊണ്ടിരുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു പാത വെട്ടി തുറക്കുക എന്നുള്ളത് വലിയൊരു ആഖ്യാനത്തിൻ്റെ കൂടെ മാത്രമേ സാധിക്കൂ. അതിൽ സാമ്പത്തികമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സാംസ്കാരികമുണ്ട്, ദാർശനികമുണ്ട്. ഈ എല്ലാ വശങ്ങളും പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ഒരു ആഖ്യാനം, ആ ആഖ്യാനം ഇന്നില്ല. മാർക്സിസം ആ ആഖ്യാനമല്ല, ഗാന്ധിയൻ എഴുത്തുകളും ആ ആഖ്യാനമല്ല. അതിനൊക്കെ പഠിക്കാണ്ടാവും. പക്ഷേ അതിനൊക്കെ പഠിക്കാൻ വരുമ്പോൾ അതിനെടുത്ത് ഉദ്ധരിച്ചു ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മൾ അവതരിപ്പിക്കുന്ന ലോജിക്ക് കൂടെ അത് ഉദ്ധരിച്ചാൽ മതി, അത് നിഷ്പാദിപ്പിച്ചാൽ മതി. അങ്ങനൊരു ആഖ്യാനം മുഖ്യമായിട്ടും സെൽഫ് സഫീഷ്യൻറ്റ്, സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം. എന്നാൽ ആ ആഖ്യാനത്തിൽ ഉദ്ധരണികളുടെ ആവശ്യമുണ്ടാകരുത്. ഉദ്ധരണികളില്ലാതൊരു ആഖ്യാനം ഉണ്ടാക്കാൻ പറ്റുമോ? എങ്കിൽ മാത്രമേ. ഉദ്ധരണികളെന്ന് പറഞ്ഞാൽ ഞാനല്ല, അയാൾ പറഞ്ഞതാണ്, ഉത്തരവാദിത്വം ഒഴിയലാണ്. അങ്ങനെ അല്ലാത്തൊരു ആഖ്യാനം, ഒരു ബൃഹദാഖ്യാനം അതുണ്ടാക്കാൻ ഇപ്പോൾ ആരാ വരിക? ബുദ്ധനും ഗാന്ധിയൊന്നുമില്ല, ഇപ്പോൾ മാർക്സും ഇല്ല, ലെനിനും ഇല്ല. ഒരാളുണ്ടാക്കുന്ന ആഖ്യാനമായിരിക്കും അത്. ആളുകളുണ്ടാക്കിയ ആഖ്യാനങ്ങൾ ഒരുപാടുണ്ടല്ലേ, ഇവരൊക്കെ ഉണ്ടാക്കിയ ആഖ്യാനങ്ങൾ ഒക്കെ ജീർണിച്ചിട്ടുണ്ട്. ബുദ്ധനുണ്ടാക്കിയ ആഖ്യാനമാണോ ഇന്നത്തെ ബുദ്ധമതം ചെയ്യുന്നത്? ക്രിസ്തു ഉണ്ടാക്കിയ ആഖ്യാനമാണോ ഇന്നത്തെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്? അല്ല. മാർക്സ് ഉണ്ടാക്കിയ ആഖ്യാനം അല്ലാന്ന് ഞാൻ പറയും. അതല്ല ഇന്നത്തെ മാർക്സിസ്റ്റുകാർ ചെയ്യുന്നത് ഞാൻ പറയും. അവർ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ തന്നെ വ്യാപകമായ ചർച്ചകളിൽ കൂടിയും പ്രവർത്തനങ്ങളിൽ കൂടിയും തങ്ങളുടേതായുള്ള ഒരു ആഖ്യാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഒരു ബൃഹദാഖ്യാനത്തിൻ്റെ പറയില്ലേ, ആ ബൃഹദാഖ്യാനത്തിൻ്റെ രൂപം കൊള്ളൽ ജനങ്ങളുടെ അനുഭവങ്ങളിൽ കൂടിയും ജനങ്ങളുടെ ചിന്തനങ്ങളിൽ കൂടി ആയിരിക്കണം. അല്ലാതെ ഒരു ആഖ്യാനം രൂപപ്പെട്ടാൽ അത് അതിവേഗം ജീർണിക്കും. ജീർണിക്കാത്തൊരു ആഖ്യാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രവചനം പറയുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ഒരു ആഖ്യാനമ്പോൾ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു ആഖ്യാനമായിരിക്കും. ആ ജീവിതം വയസ്സാകും, അപ്പോഴേക്കും പുതിയ തലമുറ വരും, പുതിയ തലമുറ അതിന് ആ ആഖ്യാനത്തെ അതൊരു കണ്ടിന്യൂസ്ലി ഇവോൾവിങ് ആഖ്യാനം, തുടർച്ചയായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഖ്യാനമായിട്ട്, അല്ലാണ്ട് എന്നേക്കുമായിട്ട് ഫോസിലൈസായിട്ടുള്ള ഒരു ആഖ്യാനമാകാതിരിക്കുകയും വേണം. ഇത്ര എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൂ. അല്ലാണ്ട് ഞാൻ ഉദ്ധരണികളുടെ ആവശ്യമില്ല പറഞ്ഞു. ഏതായാലും സംശയം ഒരുപാട് ഉദ്ധരണികളൊന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ സമാധാനമുണ്ട്. ഞാൻ ഇന്നൊരു പുസ്തകം കണ്ടല്ലോ, ഏതായാലും നല്ല നോ ഫ്രീ ലെഫ്റ്റ് അല്ലേ, എത്ര 10,000-ഓളം ഉദ്ധരണികളുണ്ടതിൽ. ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടാ. ഇല്ലാണ്ട് തന്നെ പറയാൻ പറ്റില്ലേ? കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ അറിഞ്ഞൂടാ. ശരി, നമസ്കാരം.